ഞാൻ ഞാൻ എണീറ്റു. എണീറ്റോ? പോയി ബ്രഷ് ചെയ്യും. ബ്രഷ് ചെയ്യണം എന്നെ കൊണ്ടായില്ല. എനിക്ക് എന്താ ഉണ്ടായിട്ടാ? എണീറ്റ് വന്നപ്പോൾ തന്നെ ഉണ്ടാക്കിത്താ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് കഴിക്കാനുള്ളതാണ്. ഞാൻ തലേ ദിവസം റോൾഡ് ഓട്സ് ഇതേപോലെ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കയ്യിലുള്ളതുകൊണ്ടാണ് കേട്ടോ ആപ്പിൾ ഉറുമാമ്പഴം പിന്നെ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, റോബസ്റ്റ പഴം. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ തലേ ദിവസം കുതിർത്തി വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാണ് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ ഞാൻ പെട്ടെന്ന് തന്നെ അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഒന്ന് റെസ്റ്റ് ചെയ്ത് പൊങ്ങി വരും. അപ്പോൾ തലേദിവസം ഒന്നും കറക്കി വെള്ളത്തിലിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് വെള്ളപ്പത്തിനേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് 1 മണിക്കൂറിന് ശേഷം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പഴയ ചട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പുതിയ ചട്ടി എവിടെയോ ഉണ്ട്, കാണുന്നില്ല. ഇനിയിപ്പോൾ അത് നോക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ കിട്ടും, എന്നാലും ആദ്യമൊക്കെ ഒരു പിടുത്തമുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് റെഡിയായി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ വെള്ളയപ്പമൊക്കെ അവിടെ ആക്കി വെച്ച് എല്ലാവരും ചായയൊക്കെ കുടിച്ച് എൻ്റെ ഷേട്ടനൊക്കെ പുറത്തേക്ക് പോയി. അപ്പോൾ ഞാനും ശ്രീമോളും അച്ഛനേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ശ്രീമോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കളിച്ചും ഇരുന്നും കിടന്നും ഒക്കെ കളിക്കുന്നുണ്ട്. നാളെ മുതൽ സ്കൂളിൽ പോകണം. 15 ദിവസമായി ഇപ്പോൾ സ്കൂളിൽ ലീവായിട്ട്. സ്കൂളിൽ ഇനിയിപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നാളെ ഇനി പോയിട്ട് കൊടുക്കണം. കുറച്ച് ദിവസം ലീവായല്ലോ, അപ്പോൾ അതെന്തായാലും കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റൂമൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഹോളും സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു തലശ്ശേരി ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ചെമ്മീനാണ് കേട്ടോ. അപ്പം ഒരാൾ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അങ്ങനെ അതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെമ്മീനിൽ വലിയ ചെമ്മീനാണ് കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഗരം മസാലയും ഉപ്പും വിനാഗിരിയും കൂടി ഇട്ട് ഒന്ന് കുഴച്ച് വെച്ചാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുഴച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ എരിവുള്ള മുളക് പൊടി തീരെ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക ചെമ്മീൻ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വഴന്ന് വന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. തക്കാളി വെന്തതിൻ്റെ ശേഷം പിന്നെ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. അല്പം ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. തൈര് ഇട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതിൻ്റെ തല കളയാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം അത്രയും നല്ല വലിയ തലയാണ്. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളെ മസാല റെഡിയായി. ഇനിയിപ്പോൾ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജീരകശാല റൈസാണ് എടുക്കുന്നത്, കൈമ റൈസ്. അപ്പോൾ അത് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് വേറൊരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചിട്ട് കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് വറുത്ത് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നട്ട്സും കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബേ ലീഫും ഗ്രാമ്പും പട്ട ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഊറ്റി വെച്ച അരിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അരി തീരെ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മളെടുത്ത പാത്രത്തിന് തന്നെ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിനാണ് അരി എടുത്തത്. അതേ പാത്രത്തിന് തന്നെ 2 പാത്രം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അപ്പോഴേക്കും നമ്മൾ റൈസൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് റൈസ് കിട്ടും. അപ്പോൾ മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ ഇട്ടിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ശ്രീമോൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് കേട്ടോ.